സ്മൃതി വളരെ സെലക്റ്റീവായി കുറച്ച് കാര്യങ്ങൾ മാത്രം വായിച്ചു പോയി. അത് ശരിയല്ല. ഞാനത് വായിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നും എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ കേസെടുത്ത കാര്യം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മതവികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ബഷീർ പാലയോട്, അയാൾ ലീഗ് നേതാവാണ്. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടത്തിയതിന് പോലീസ് കേസെടുത്ത പേരാമ്പ്ര സ്വദേശി അഷ്റഫ് കോൺഗ്രസ്സുകാരനാണ്. മുസ്ലിങ്ങൾ വർഗീയവാദികളെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന മങ്ങാട് സ്നേഹദൂരം വാട്സാപ്പ് ഗ്രൂപ്പിൽ വ്യാജ പോസ്റ്റ് ഇട്ടതിന് പോലീസ് കേസെടുത്തത് അസ്ലം എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിയാണ്, ന്യൂഹമഹി പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ഇനിയും ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ശൈലജ ടീച്ചർ നബിയെ അപമാനിക്കുന്ന പ്രസംഗം നടത്തി, കാന്തപുരത്തിൻ്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി, ടീച്ചർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നത്, ഷാഫി തോറ്റാൽ ഇനിയൊരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് മുസ്ലിം വോട്ടുകൾ എന്നുണ്ടാവില്ല എന്ന് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരണം നടത്തുന്ന രീതിയിലുള്ള മറ്റു പ്രചരണങ്ങൾ. നമുക്ക് ഇവിടെ സി പി എമ്മിന് അതിൻ്റെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ സി പി എം അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലാകെയോ ഒരൊറ്റ മെഷീനറി മാത്രമേ ഉള്ളൂ. സി പി എമ്മിന് വേറൊരു മെഷീനറി ഉണ്ടാക്കാൻ കഴിയില്ല. സി പി എം ഒരു വർഗീയ പാർട്ടി ആണെങ്കിൽ സി പി എം ആ വർഗീയ നിലപാടേ എടുക്കുകയുള്ളൂ. സി പി എം വർഗീയ പാർട്ടി അല്ല, മതേതര നിലപാടാണെന്നുകൊണ്ടും ഉള്ളതുകൊണ്ടും വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള തലശ്ശേരി അടക്കമുള്ള മേഖലകളിൽ സി പി എം ഏത് തരത്തിലാണ് ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചരിത്രപരമായ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ പുസ്തകങ്ങളിൽ ഉള്ളതുകൊണ്ടും സി പി എം ആ രീതിയിൽ പ്രചരണം നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് കോൺഗ്രസ് ഓരോ സ്ഥാനാർത്ഥി വരുമ്പോഴും അവരവരുടെ മെഷീനറിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് എൻ്റെ വാദം ഇക്കാര്യത്തിൽ. യൂത്ത് കോൺഗ്രസ് ആണ് അവിടെ വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്, കോൺഗ്രസിൻ്റെ മൗനാനുവാദത്തോടു കൂടി. അവിടെയാണ് പ്രശ്നം. ആ നിലയിൽ നിങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും അവിടെ നടത്തണമെന്നേ ഉള്ളൂ. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഷാഫി പറമ്പിൽ ഇനി വടകരയിൽ ജയിക്കുകയാണെങ്കിൽ തന്നെ അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. അതിൻ്റെ അനുരണനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി പാലക്കാട് ഇനിയിപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചു എന്ന് വിചാരിക്കുക. പാലക്കാട് മതേതര വോട്ടുകൾ കൊണ്ടാണ്, കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടല്ല ഷാഫി പറമ്പിൽ ജയിച്ചത്. നോക്കൂ, ആ മതേതര വോട്ടുകൾ കൊണ്ട് കോൺഗ്രസിനെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ ജയിപ്പിക്കുകയും ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഈ പാലക്കാട് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഫലം കൊയ്യാൻ പോകുന്ന ആരാണ്? ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൊയ്യാൻ പോകുന്ന ആരാണ്? അടുത്ത ഡിസംബർ മാസം നമ്മുടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരിക നോക്കുക. ഈ തരത്തിലൊരു പ്രചരണം നയിച്ച് ഈ തരത്തിൽ വർഗീയ നിലപാടെടുത്ത് ഒരു വടകര ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ച ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്ത പഴയ മതേതര നിലപാടുകാർ എന്ത് നിലപാടാണ് എടുക്കുക? അപ്പോൾ അക്കാര്യത്തിലൊക്കെ തന്നെയും അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. ശരി, ഞാൻ അങ്ങനെ സെലക്റ്റീവായിട്ട് പറഞ്ഞൊന്നുമല്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചില നേതാക്കൾ തന്നെ എടുത്ത കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ 57 ആദ്യ തെരഞ്ഞെടുപ്പിൽ CH കണാരൻ സ്ഥാനാർത്ഥിയായപ്പോൾ അന്ന് CPM അല്ല CPA ആണുള്ളത്. അദ്ദേഹം അഴിയൂർക്കാരനാണ്. ഒരു ദിവസം രാവിലെ ചുമരെഴുത്ത് വരികയാണ്. തീയ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. കൊടുവാത്തേന് വോട്ടില്ല, കള്ളത്തേന് വോട്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമെന്ന് ഭയന്ന് CPA തന്നെ ചെയ്താണെന്ന് പിന്നീട് ആ കാലത്തെ മാധ്യമപ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെയും എന്നുള്ളൊരു ചരിത്രം അവിടെ കിടക്കുകയാണ്. നമ്മുടെ കയ്യിൽ മാഷ ഉള്ള സ്റ്റിക്കർ നമ്മുടെ മുന്നിൽ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്. കൂട്ടിച്ചേർത്ത് പറയല്ലേ, ഞാൻ ചെത്തുന്ന തീ എനിക്ക് വോട്ടില്ല എന്ന് ആ കാലഘട്ടത്തിലെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. CPM തന്നെയാണ് പോസ്റ്റർ പതിച്ചത് എന്ന് ആ കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. നേരത്തെ സ്മൃതി പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ കാഫർ പ്രയോഗം CPM കാരനാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? CPM ഗ്രൂപ്പിൽ നിന്നാണെന്ന് തെളിഞ്ഞ ഫേക്ക് ആണെന്ന് പറയുകയും UDF-കാരത് ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ സ്മൃതി പരുത്തിക്കാട് അത് ആധികാരികമായിട്ട് ഇവിടെ വന്നിട്ട് ഫേക്ക് ആണെന്ന് പറയാണ് വേണ്ടത്. ഇല്ലെന്ന്, ഞാനത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ആ സ്ക്രീൻഷോട്ട് പുറത്തു വന്നതിന് ശേഷം അതിൽ പേര് വന്ന ലീഗുകാരൻ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സൈബർ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണത്തിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. വിധി വരാതെ സ്മൃതി പരുത്തിക്കാരൻ എങ്ങനെയാണ് മനസ്സിലായത്? പരാതി കൊടുത്തത് അതേ പേരുകാരനാണ്. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി അന്വേഷിച്ചിട്ട് പോലീസ് കണ്ടെത്തട്ടെ. സ്മൃതി പരുത്തിക്കാട് ഈ പറയുന്ന തീട്ടൂരമൊന്നും ഇറക്കുന്നില്ല. ഇവിടെ CPM നേതാക്കൾ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത് നേതാക്കളുടെ ഭാഗത്താണ് ഈ പ്രതികരണം വരുന്നത്. ഒരു മിനിറ്റ്, റഹീമിന്റെ പ്രതികരണം മതി. റഹീമിന്റെ പ്രതികരണം ഷാഫി പറമ്പിൽ എന്ന നേതാവ് ഇവിടെ വിഷം ചീറ്റുകയാണ്. ഏത് വിഷം ചീറ്റുന്ന ഒരു വാചകം ചൂണ്ടിക്കാണിക്കാമോ? ഷാഫി പറമ്പിൽ വിഷം ചീറ്റുകയാണ് എന്ന് ഷാഫി പറമ്പിൽ എന്ന നേതാവ് എന്ന് തന്നെ പറഞ്ഞു. ഞാൻ ആ പ്രസ്താവനയെ സാധൂകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ.
റഹീം പറയുന്നത് ഷാഫി പറമ്പിൽ അവിടെ വിഷം ചീറ്റുന്നു എന്നാണ്. അവിടെ ഒരു യൂത്ത് അലർട്ട് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിട്ടുള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് അവിടെ വർഗീയ വിഭജനം നടത്തി എന്നുള്ളതാണ്, വർഗീയ ധ്രുവീകരണം നടത്തി എന്നുള്ളതാണ്. ഷാഫി അങ്ങനെ ആ പറമ്പിലിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ്. അത് ആ ലോക്സഭാ മണ്ഡലത്തെ മാത്രമല്ല വടക്കേ മലബാറിനെ ആകെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് മതേതര ജനാധിപത്യവാദികളുടെ ആവശ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രയോഗങ്ങൾ ശരിയല്ല എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ കെ രമയുടെ പേരിലും മനോരമയുടെ പേജിൽ എന്ന രീതിയിൽ ഫേക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇവിടെ തീവ്രവാദികളെ കൊണ്ടാണ് ഷാഫി പറമ്പിൽ പ്രചാരണം നടത്തുന്നത്, അതുകൊണ്ട് ഞാനില്ല ഈ പ്രചാരണത്തിന് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. അതിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സമാനമായി അവിടെ ഇവിടെയും നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ MLA സ്റ്റാഫിൽപ്പെട്ട ആൾക്കെതിരെ നടപടി ഉണ്ടായോ? ലാദനിയ ഷാഫിയും ഒരേ ഛായ എന്ന് പറഞ്ഞതിൽ നടപടി ഉണ്ടായോ? ഇത് ഒരൊറ്റ സീരീസ് ഓഫ് സംഭവങ്ങളിൽ ആദ്യം എവിടെ തുടങ്ങുന്നു എന്ന് പറയുന്നു. ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ആ പറയുന്ന പെർസെപ്ഷൻ ഉണ്ടായിക്കൊള്ളട്ടെ. സ്മൃതി പരുത്തിക്കാട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് CPM ഇന്നലെയോ ഇന്നോ ഒന്നും ഉണ്ടായ പാർട്ടിയല്ല. CPM ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കിയതായിട്ട് എവിടെയെങ്കിലും ആക്ഷേപമില്ല. ഇപ്പോ വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ ഡിവൈഎഫ്ഐ അവരുടെ വെർഷനാണ് ഞാൻ പറയുന്നത്, അതാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് നേരത്തെ 2009 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ തുടർച്ചയായി തോക്കുകയാണല്ലോ. മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിക്കുമ്പോഴോ അല്ലെങ്കിൽ കെ മുരളീധരൻ ജയിക്കുമ്പോഴോ ഞങ്ങൾ ഇവിടെ യൂത്ത് അലർട്ട് നടത്തിയിട്ടില്ലല്ലോ, ഞങ്ങൾ തൊട്ടടുത്ത് പൊന്നാനിയിൽ നടത്തിയിട്ടില്ലല്ലോ, മലപ്പുറത്ത് നടത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ നടത്തേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം അവർ വിശദീകരിക്കുകയാണ്. സാഹചര്യം വടകര എങ്ങനെയും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ വൃത്തികെട്ട കളി കളിച്ചാൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ വളരെ തന്ത്രപരമായി CPM വടകരയിൽ വെക്കുമ്പോൾ CPM-നെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മറുഭാഗത്തെ ആവിഷ്കരിച്ചിട്ടുണ്ടോ? ആ ആവിഷ്കരിച്ച തന്ത്രങ്ങൾ എന്ന് പറയുന്നത് വർഗീയമായ ധ്രുവീകരണമാണോ? ഇത് കോൺഗ്രസ് പരിശോധിച്ചാൽ മാത്രം മതി. ഇത് കോൺഗ്രസ് പരിശോധിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഞാൻ ഇതിനെ കണ്ടുകൊള്ളില്ല. അതായത് വടകര ഇത്രേ ഉള്ളൂ. വാചകം ഞാൻ ഈ വാചകത്തെ തർക്കിക്കാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. വടകര ഒരു മിനിറ്റ് സർ. വടകര ലോക്സഭാ മണ്ഡലം ഇടതു സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ 2009 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ LDF പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്ന പൊതു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി ആ മണ്ഡലം തിരികെ പിടിക്കാൻ ആലോചിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വടകരയിൽ, കാരണം അവിടെ നിന്ന് മുരളീധരന് പുറത്തേക്ക് കിടക്കണം, വടകരയിൽ അത് പൊസിഷൻ ചെയ്യുന്നത്. ആ പൊസിഷൻ ചെയ്യുന്ന സ്ഥാനാർത്ഥി തനിക്ക് ശൈലജ ടീച്ചറെക്കാൾ ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വോട്ടുകൾ നേടുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും തരത്തിൽ മതത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ? പരിശോധിച്ചാൽ മതി. സംബന്ധിച്ചിടത്തോളം മതേതരത്വത്തിന്റെ കാര്യത്തിനകത്ത് ഒരു പരിശോധനയൊന്നും ആവശ്യമില്ല. ശ്രമിക്കുന്നത് ശരിയായ രീതിയല്ല. അത് കൊടുക്കുന്ന സന്ദേശം മതേതരത്വത്തിന്റെ ക്ലാസ് സ്മൃതി പരുത്തിക്കാടിൽ നിന്ന് CPM-ന് വേണ്ട. ഞാൻ മതേതരത്വത്തിന്റെ ക്ലാസ് കോൺഗ്രസിന് കൊടുക്കും. കാരണം മതേതരത്വത്തിന്റെ കാര്യത്തിനകത്ത് പല ഘട്ടങ്ങളിലും പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഞാൻ സമ്മതിക്കുന്നു. ചർച്ചയിൽ ഞാൻ പറയും, എനിക്ക് പറയാനുള്ള ഞാൻ അവിടെയും പറയും, കോൺഗ്രസ് ആരും ഞാൻ പറയും. ഞാൻ പറഞ്ഞത് വടകരയിലെ കളിയെ കുറിച്ചാണ്. അപകടം പിടിച്ച കളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചല്ലോ, ഈ ടീച്ചർക്കെതിരെ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന കാര്യത്തിൽ പ്രതികരിച്ചില്ല ഷാഫിൽ. പക്ഷെ ആ വാർത്ത വന്ന സമയത്ത് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രതിനിധി പറഞ്ഞ കാര്യം ഞാൻ അറിയുന്നു. ഒരു ശൈലജ ടീച്ചറെ പോലെ ഇത്ര കേട്ടാൽ മതി ആരുണ്ട്. ശൈലജ ടീച്ചറെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ നിങ്ങളൊന്നും ഇതൊന്നും കാണുന്നില്ലേ? അതോ പൊട്ടം കളിക്കുകയാണോ? ഗ്രാനി സെക്സ് നോക്കൂ, അവരെക്കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള മലീമസമായിട്ടുള്ള പ്രചരണമാണ് ഉന്നയിക്കുന്നത്. ശൈലജ ടീച്ചറെ പോലെ ഒരു നേതാവിനെതിരെ പറ്റുമോ? നിങ്ങൾക്ക് സാധിക്കുമോ?
അതിന്റെയൊക്കെ പാർശ്വഫലങ്ങൾ കോൺഗ്രസ് ആജീവനാന്ത കാലം കൊണ്ടുപോകേണ്ടി വരില്ലേ? അതിനകത്ത് ഏറ്റവും ഇതൊരു വൃത്തികേടാണിത്. ഒരു നിമിഷം നികേഷ് കുമാർ, സ്മൃതി, എൻ്റെ ഒരു കൺസേൺ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് UDF അതിനകത്തൊരു മൗനം പാലിച്ചു എന്ന് പറഞ്ഞത്? നമ്മളുടെ റിപ്പോർട്ട് തന്നെ എടുത്ത് പ്രചരിപ്പിച്ചിട്ട് ആ പ്രചരിപ്പിച്ചതിലൊരു ഖേദപ്രകടനം നടത്തിയിട്ടില്ല ഇന്നവരെ, ഈ നിമിഷം വരെ. അതുണ്ടാക്കിയ ഡാമേജ് ചെറുതാണോ? അത് ഞാൻ നമ്മുടെ ചർച്ച ഞാൻ നേരത്തെ വിഷയം ചർച്ച ചെയ്തപ്പോൾ പാറക്കൽ അബ്ദുള്ളയോട് ചോദിച്ചു. പക്ഷേ പാറക്കൽ അയാൾ അബ്ദുള്ള പറയുന്നത് തെറ്റാണ്. അയാൾ പറയുന്നത് പാറക്കൽ അബ്ദുള്ള പറഞ്ഞത് തെറ്റാണ്. ഈ വാർത്തയെ നിഷേധിച്ചുകൊണ്ടൊരു കുറിപ്പിറക്കാനോ ആ വാർത്ത നിഷേധിക്കാനോ UDF തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ തുടർച്ചയായിട്ട് കൊടുത്തു, തുടർച്ചയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തു. അതിനുശേഷം പോലും അത് തയ്യാറായില്ല. അത് ചോദിക്കുമ്പോൾ എന്താ പറയുക? അത് നോക്കൂ, ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. കോൺഗ്രസ് ലീഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ തന്നെ അത് കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു കുറേ കാലം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കോൺഗ്രസ് ലൈവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതെല്ലാം നേതാക്കളുടെ മൗനസമ്മതം കിട്ടിയാൽ കിട്ടട്ടെ എന്ന് ഒരു വിഭാഗം കരുതി. അവിടെയാണ് നികേഷ് കുമാർ നോക്കൂ, ഷാഫി പറമ്പിലിൻ്റെയും ഈ പറയുന്ന ആരുടെ ലാദൻ്റെയും ചിത്രങ്ങൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് എന്ത് സന്ദേശമാണ് നൽകുക? അതിൽ CPM ഒരു MLA സ്റ്റാഫ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അവിടെ ആരാ അംഗീകരിക്കുന്നത്? ഞാൻ പറയുന്നതിന്റെ പോയിന്റ് ഒന്ന് ദയവായി മനസ്സിലാക്കുക. നോക്കൂ, ഇവിടെ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം ഈ പറയുന്ന UDFകാർ പ്രചരിപ്പിച്ചതിൻ്റെ ലിസ്റ്റ് ഒന്നും എടുത്ത് വായിച്ചില്ലല്ലോ. സ്മൃതി അത് വായിച്ചപ്പോൾ ഞാൻ ഡിഫൻസ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, ഏതെങ്കിലും പോസ്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതല്ല. നിങ്ങൾ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പൊതു സ്വീകാര്യത അട്ടിമറിക്കാൻ വേണ്ടി സാമുദായികമായ കൺസോൾട്ടേഷന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ, ഉണ്ടോ എന്നുള്ളതാണ്. അത് മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. CPMന് പരമ്പരാഗത ശേഷിയുള്ള മണ്ഡലം, ശൈലജ ടീച്ചർ എന്ന് പറയും ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. അവരെ മറികടക്കാൻ നിങ്ങൾക്ക് സാമുദായികമായിട്ടുള്ള പിൻബലം വേണമോ? അതിന് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അതിന് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ വോട്ടെണ്ണൽ കഴിയുമ്പോൾ ആ കൺസോൾട്ടേഷൻ ഉണ്ട്, ജയിച്ചാലും തോറ്റാലും ആ കൺസോൾട്ടേഷൻ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് 2025 2026 നീങ്ങുമോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ദോഷഫലം, പാർശ്വഫലം അനുഭവിക്കേണ്ടി വരിക UDF ആയിരിക്കും സാർ, ഈ മതേതര കേരളമായിരിക്കും സാർ. അതിൽ സംശയമില്ല. എന്തായാലും വടകരയിൽ മുറിവുണക്കാനാണോ വിശദീകരണ യോഗങ്ങൾ എന്ന ചോദ്യത്തിന് യെസ് എന്ന് പറഞ്ഞത് ഒരാളാണ്. അതാരാണ് പറഞ്ഞത്? നികേഷ് കുമാറാണോ? ഈ രണ്ട് വിശദീകരണ യോഗം നടത്തുന്നത് മുറിവുണക്കുമോ? മുറിവുണക്കും, പിന്നെന്താ തീർച്ചയായും. മുറിവുണക്കില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ 3 പേരുമാണ്. കാരണം രണ്ടും വിശദീകരിക്കട്ടെ, അവർ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ. അത് സ്മൃതി പരുത്തിക്കാടിന്റെ അഭിപ്രായമാണ്. ഡാമേജ് ഹാസ് ബീൻ ഡൺ എന്നുള്ളത് സ്മൃതി പരുത്തിക്കാടിന്റെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് വോട്ടിന്റെ കാര്യം ഞാൻ വിശദീകരിക്കട്ടെ. യൂത്ത് അലർട്ടിലൂടെ പറഞ്ഞിരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് മുൻ ഇലക്ഷനിൽ വേണ്ടി വന്നിട്ടില്ല, ഞങ്ങൾക്ക് പൊന്നാനിയിലും മലപ്പുറത്തും വേണ്ടി വന്നിട്ടില്ല, ഇവിടെ വേണ്ടി വരുന്നു. അതിന്റെ പ്രത്യാഘാതം അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഇവിടെ വന്ന ഒരാൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്, അതിന് ഫലം കാണും. Meet the editors.